നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ രാഹു മഹാദശ തുടങ്ങാൻ പോവുകയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രാഹുവിൻ്റെ കഠിനമായ ദശയിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? സാധാരണയായി ജ്യോതിഷത്തെക്കുറിച്ചോ ഗ്രഹങ്ങളെക്കുറിച്ചോ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ രാഹു എന്ന പേര് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ആദ്യം വരുന്നത് വലിയ ഭയമാണ്. എൻ്റെ ജീവിതം ഇനി തകരുമോ? ഈ രാഹു മഹാദശയെ ഞാൻ എങ്ങനെയാണ് മറികടക്കേണ്ടത്? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിങ്ങളെയും അലട്ടുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നിങ്ങൾക്ക് ഒരിക്കലും രാഹു മഹാദശയെ വെറുതെ അങ്ങ് മറികടക്കാൻ കഴിയില്ല. അതിനായി ബാഹ്യമായ വലിയ പൂജകൾ ചെയ്തിട്ടോ ഓടി ഒളിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം ഇവിടെ നിങ്ങൾ തോൽപ്പിക്കേണ്ടത് രാഹു എന്ന ഗ്രഹത്തെ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ മോശം സ്വഭാവങ്ങളെയും നെഗറ്റീവ് എനർജിയുമാണ്. നമുക്ക് കുറച്ചുകൂടി തുറന്ന് സംസാരിക്കാം. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണത്തിൻ്റെയോ പദവിയുടെയോ ഈഗോ മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു ശീലക്കാരനാണ് നിങ്ങളെങ്കിൽ സൂക്ഷിക്കുക. രാഹു മഹാദശയോ അല്ലെങ്കിൽ അതിൻ്റെ അന്തർദശയോ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ആരംഭിക്കും. അത് രാഹു നമ്മളെ ദ്രോഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും തെറ്റുകളെയും രാഹു ഒരു കണ്ണാടി പോലെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് കൊണ്ടാണ്. നമ്മൾ എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് വേണം. നമ്മുടെ പണത്തിൻ്റെയോ അറിവിൻ്റെയോ അഹങ്കാരം ഒരിടത്തും കാണിക്കരുത്. കാരണം നമ്മൾ അഹങ്കരിക്കുന്ന അതേ കാര്യങ്ങൾ ഒരു ദിവസം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അന്ന് നമ്മൾ കഠിനമായി അനുഭവിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ എന്താണ് ഈ രാഹു മഹാദശ? ഒന്നെങ്കിൽ നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളുടെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും തടസ്സമില്ലാതെ സാധിച്ചെടുക്കാൻ രാഹു നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കാലം. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ വലിയൊരു കുഴിയിൽ ചെന്ന് ചാടും. അതുകൊണ്ട് ഏത് വഴിക്ക് നോക്കിയാലും രാഹു മഹാദശയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോയിലൂടെ രാഹു മഹാദശയെ ഭയപ്പെടാതെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള ചില ആഴത്തിലുള്ള സത്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എൻ്റെ വാക്കുകൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പക്വതയുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ ധൈര്യത്തോടെ നമുക്ക് ആരംഭിക്കാം. ലളിതമായി പറഞ്ഞാൽ എന്താണ് രാഹു? രാഹു എന്നത് നിങ്ങളുടെ ഉള്ളിൽ അടക്കാനാവാത്ത, നിയന്ത്രിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളാണ്. അങ്ങനെയെങ്കിൽ എന്താണ് മഹാദശ? ഈ മഹാദശ എന്നത് നിങ്ങളുടെ ജീവിതമാകുന്ന ഒരു വലിയ പ്ലേ ഗ്രൗണ്ട്. അവിടെ കളിക്കാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്ന പ്രധാന കളിക്കാരനാണ് രാഹു. പലരും നിങ്ങളോട് വന്ന് പറയും, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ആ വഴിപാട് കഴിച്ചാൽ രാഹു മാറി നിൽക്കുക എന്നൊക്കെ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതൊന്നും നിങ്ങളെ വലിയ തരത്തിലൊന്നും സഹായിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ കളിക്കാരനെ മാറ്റാൻ കഴിയില്ല. രാഹുവിനോട് ഈ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറയാൻ എനിക്കോ നിങ്ങൾക്കോ ഒരധികാരവുമില്ല. അതുകൊണ്ട് രാഹു എറിയുന്ന ഓരോ പന്തുകളെയും നിങ്ങൾക്ക് നേരിട്ടേ മതിയാവും. അതിൽ നിന്നും ഒളിച്ചോടാൻ ഒട്ടും സാധ്യമല്ല. നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും എത്രത്തോളം ഒളിച്ചോടാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ പ്രപഞ്ചം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒളിച്ചോടൽ ഒരിക്കലും ഒരു പരിഹാരമല്ല. ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ പിടിക്കപ്പെടും. രാഹു എന്നാൽ ഇരുട്ടാണ്, അതൊരു മായയാണ്. രാഹു മഹാദശയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടായേക്കാം. ഉദ്ദേശിക്കാത്ത പണം, വിചാരിക്കാത്ത പദവി, അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ എല്ലാം നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴാം. അപ്പോൾ നിങ്ങൾ വളരെ അഹങ്കാരത്തോടെ ചിന്തിക്കും, നോക്കൂ, എനിക്ക് രാഹുവിനെ ഭയമില്ല, രാഹു എന്നെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്, എനിക്കെല്ലാം തരുന്നുണ്ട്. പക്ഷേ ഓർക്കുക, രാഹുദശയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അവൻ നിങ്ങൾക്ക് എന്തൊക്കെ വലിപ്പമാണോ തരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണർത്തി അതൊക്കെയും അവൻ തിരികെ വാങ്ങിയിട്ടേ പോകൂ.
അവസാനം എല്ലാം നഷ്ടപ്പെട്ട് എങ്ങോട്ടും പോകാനില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ചെന്ന് നിൽക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്: അജ്ഞത. രാഹു നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കി മാറ്റും. രാഹു മഹാദശയുടെ തുടക്കത്തിൽ വലിയ അധികാരവും പണവും പദവിയും ഒക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് രാഹുവിനെ ഓർത്ത് ഇത്രയധികം ഭയക്കുന്നത്? പക്ഷേ മറക്കരുത്, അത് വെറും ഒരു ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥ സിനിമ വരാൻ പോകുന്നേ ഉള്ളൂ. ആ സിനിമ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം കാരണം നിങ്ങൾ തന്നെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഓരോന്നായിട്ട് പുറത്തു വരും. ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതങ്ങളിലേക്കും തിരിച്ചടികളിലേക്കുമായിരിക്കും നിങ്ങൾ വഴിമാറുന്നത്. നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ അജ്ഞതയുടെ ഒരു കറുത്ത തുണി കെട്ടുക എന്നതാണ് രാഹുവിൻ്റെ പ്രധാന ജോലി. രാഹു നിങ്ങളെ പൂർണ്ണമായും ഒരു ഭൗതികവാദിയാക്കി മാറ്റും. അതായത് പണവും പദവിയും ബാഹ്യമായ സുഖങ്ങളും മാത്രമാണ് ജീവിതം എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധി ഉണ്ടാകും, പക്ഷേ ഹൃദയത്തിൽ സ്നേഹമോ ദയയോ ഒക്കെ കുറവായിരിക്കും. എല്ലാം ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങും. രാഹുവിന് ഭയമുള്ളവരെയും ഭീരുക്കളെയും വലിയ ഇഷ്ടമാണ്. കാരണം അത് അവൻ്റെ ജോലി കൂടുതൽ എളുപ്പമാക്കുന്നു. എന്നാൽ ധൈര്യമുള്ളവരെ രാഹുവിന് വെറുപ്പാണ്. രാഹു എന്നാൽ പ്രലോഭനമാണ്, അതായത് ടെംപ്റ്റേഷൻ. രാഹു മഹാദശയിലോ അന്തർദശയിലോ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രലോഭനങ്ങൾ നിങ്ങൾ തേടി വരും. വലിയ അധികാരം, ഒരുപാട് പണം, വലിയ സ്വത്തുക്കൾ. എന്നാൽ നിങ്ങളുടെ ബോധം, അതായത് കോൺഷ്യസ്നസ് ഉണർന്നിരിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രാഹുവിനെ നേരിടാനും തോൽപ്പിക്കാനും സാധിക്കൂ. ബോധമുള്ള ഒരു മനുഷ്യൻ പ്രലോഭനങ്ങളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രലോഭനങ്ങളിൽ നിന്നും ഒളിച്ചോടരുത്. അതിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി അതിനെ തോൽപ്പിക്കുക. രാഹുവിൽ നിന്നും, അതായത് പ്രലോഭനങ്ങളിൽ നിന്നും ഒളിച്ചോടരുത്. ധീരമായ ഹൃദയത്തോടെ രാഹുവിനെ നേരിടുക. നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവനെ പരാജയപ്പെടുത്തുക. ഓരോ തവണയും നിങ്ങൾ ഒരു പ്രലോഭനത്തെ പരാജയപ്പെടുത്തുമ്പോൾ നിങ്ങൾ യേശുവിനെ പോലെയും ബുദ്ധനെ പോലെയും ശ്രീകൃഷ്ണനെ പോലെയും അർജുനനെ പോലെയും അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ച എല്ലാ മഹാന്മാരെ പോലെയുമായി മാറുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് ഏത് മോശം ശീലത്തെയും തകർക്കാനും ഏത് പ്രതിസന്ധിയെയും മറികടക്കാനും സാധിക്കും. ആ സത്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം കൂടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഭയമില്ലാതിരിക്കാൻ സാധിക്കൂ. രാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഭയത്തിനുള്ള ഉത്തരം പുറത്തെവിടെയുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് വിളിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, തന്നിൽ താൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിലും വിശ്വസിക്കാൻ സാധിക്കൂ എന്ന്. ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കാൻ പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിലും വിശ്വാസം വരും. അപ്പോൾ നിങ്ങൾക്ക് രാഹുവിനെ ഭയം ഉണ്ടാവില്ല. രാഹുവിനെ ക്ഷമയോടും വിശ്വാസത്തോടും കൂടി നേരിടുക. കണ്ണുകൾക്ക് ചുറ്റും ഇരുട്ട് മാത്രം കാണുമ്പോൾ ഹൃദയം കൊണ്ട് വെളിച്ചം കാണുന്നതിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. ലോകം മുഴുവൻ ദുരിതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും അതിനെ എല്ലാം മറികടക്കാനുള്ള വഴികൾ കൊണ്ടും ഈ ലോകം നിറഞ്ഞതാണ്. നിങ്ങൾക്ക് രാഹുവിനെ മറികടക്കാൻ സാധിക്കുക ഒരൊറ്റ വഴിയിലൂടെ മാത്രമാണ്. ബോധത്തോടെയും ധൈര്യത്തോടെയും കൂടി രാഹുവിൻ്റെ മുഖത്തേക്ക് നേരിട്ട് നോക്കുക. അത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ധ്യാനിക്കണം, അതായത് മെഡിറ്റേറ്റ് ചെയ്യണം. ദിവസവും കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിയുക, അതായത് ധ്യാനിക്കുക. ധ്യാനം മാത്രമാണ് ഈ ലോകത്തിലെ ഏക മാന്ത്രികത, ഏക അത്ഭുതം. സത്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്നതിൻ്റെ ഒരു ചെറിയ കാഴ്ച ധ്യാനം നിങ്ങൾക്ക് നൽകും. ആ സത്യം മറ്റൊന്നുമല്ല, അത് നിങ്ങളുടെ ബോധമാണ്, അതായത് കോൺഷ്യസ്നസ്. നിങ്ങൾ നിങ്ങളുടെ ബോധത്തിലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം രാഹു എന്ന അജ്ഞതയുടെ കരിനിഴലിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. രാഹുവിനെ മറികടക്കാനുള്ള താക്കോൽ നിങ്ങളുടെ ബോധമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ആ ബോധത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂ. ധ്യാനം എന്നത്
ഹൃദയത്തിലേക്കുള്ള ഒരു യാത്രയാണ്. കാരണം ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങളുടെ ഹൃദയം അത്രമേൽ മനോഹരമാണ്. രാഹു മഹാദശ നിങ്ങളെ തകർക്കാൻ വരുന്നതല്ല. നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെയും അജ്ഞതയെയും ഇല്ലാതാക്കി നിങ്ങളെ ഒരു വജ്രം പോലെ മാറ്റിയെടുക്കാനുള്ള കാലഘട്ടമാണ്. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തിലും ധ്യാനത്തിലുമാണ് രാഹുവിനെ നേരിടാനുള്ള ശക്തിയുള്ളത്. ഭയത്തിന്റെ അതിരുകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ മാത്രമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക.